അത് പോരാഞ്ഞിട്ട് അടുത്തൊരു കലാപരിപാടിയായിരുന്നു. നമ്മുടെ അന്തരിച്ച ഒരു സിനിമാ നടി, പുള്ളിക്കാരി ഇങ്ങനെ പറയും, അതേ പെണ്ണുങ്ങളായാലും കേട്ടോ ഒരുപാട് മുടി വേണമെങ്കിൽ ഈ സാധനം തേക്കും എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യത്തിൽ. ഈ പരസ്യത്തിന് നിർവചനം എന്ന് പറയുന്നത് തന്നെ പരസ്യമായി കള്ളം പറയുന്നത് എന്നാണ്. ഈ നടി അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് വിഗൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ കഷണ്ടി എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചോളം ടെസ്റ്റോസ്റ്ററോൺ അവരുടെ ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ കയറും. അങ്ങനെ കയറി ഒരു പ്രായമാകുമ്പോഴത്തേക്ക് അത് പോകും. സിനിമാ താരങ്ങളൊക്കെ ആണെങ്കിൽ നല്ല കൊള്ളാവുന്ന പാച്ച് വിഗൊക്കെ വയ്ക്കും, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. കാരണം അവരുടെ ഫീൽഡിന് അത് വേണം, ബാക്കിയുള്ളവർക്ക് ആവശ്യമില്ല. പിന്നെ ചിലർക്ക് OP വരുന്ന ചില ആൾക്കാർക്ക് ഭയങ്കരമായ ദുഃഖമാണ്. എന്ത് പറ്റി, മുടിയൊന്നുമില്ല ഡോക്ടറെ, അതുകൊണ്ട് എൻ്റെ എന്തെങ്കിലും ഒരു മരുന്ന്. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 10 രൂപയുടെ നോട്ട് എടുക്കും, എന്നിട്ട് കാണിച്ചു കൊടുക്കും, ഗാന്ധിയപ്പാപ്പനെ കണ്ടു, തലയിൽ മുടി വല്ലതും ഉണ്ടോ, ഇല്ല, എന്നിട്ട് നോട്ടിൽ പടം വന്നില്ലേ. അപ്പോൾ മുടി ഒരു പ്രശ്നമല്ല എന്ന് നമ്മൾ അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക. പക്ഷേ ചിലർക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രശ്നം വരും. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വേണമെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ പോലെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ തലയിൽ നിന്നും മുടികൾ ഓരോ ദിവസം കൊഴിഞ്ഞു പോകുന്നുണ്ട്, പുതിയവ കിളിക്കുന്നതുമുണ്ട്. പക്ഷെ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ എണ്ണം കിളിക്കുന്നതിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ അവയേക്കാൾ കൂടുതലാകുമ്പോഴത്തേക്കാണ് ഈ വെളുത്ത് വരുന്നത്. അത് പ്രായത്തിൻ്റേതായിട്ടൊരു മാറ്റമാണ്. ചിലർക്ക് കുറച്ചുകൂടെ നേരത്തെ വരാം. അപ്പോഴെല്ലാം ആൾക്കാർ പരസ്യത്തിൽ കാണിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് പല സാധനങ്ങളും തലയിൽ തേച്ച് പിടിപ്പിക്കും. പരസ്യത്തിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ അവരുടെ സവിശേഷമായ ഒരു ജനിത ഗുണം, ഒരു ചതുരശ്ര സെൻറ്റിമീറ്റർ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണുന്ന മുടിയിഴകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിനിമാ താരങ്ങളെ അല്ലെങ്കിൽ മുടി പാരമ്പര്യമായിട്ട് കൂടുതൽ ഉള്ള ആരെങ്കിലേക്ക് എടുത്ത് പരസ്യം കാണിച്ചു കഴിയുമ്പോൾ നമ്മുടെ വിചാരം, ഇവർ പറയാണ് ഞാൻ ഈ എണ്ണ തേച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടായത് കേട്ടോ, ഓ ശരി, അപ്പം ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്കും കിട്ടുമെന്നാണ്. ഒന്നുമില്ല. പിന്നെ മനുഷ്യർ ഇങ്ങനെ ചുറ്റിനും നോക്കുമ്പോഴത്തേക്ക് കരടി, ഒയ്യോ ശരീരം ആസകലം രോമാവൃതമായ കരടി. അങ്ങനെ കരടി നെയ്യ് തേച്ച് കഴിഞ്ഞാൽ മുടി കിളിക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു പുള്ളി എന്ത് ചെയ്ത് ആ നെയ്യ് എടുത്ത് തേച്ചതാണ്. പുള്ളിയുടെ കയ്യിൽ വരെ രോമം കിളിച്ചു. കരടിയുടെ ജനിതക ഗുണമാണ് അതിൻ്റെ എന്താ പറയുക, തരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അതിൻ്റെ ഒരു പ്രകൃതിയിലുള്ളൊരു ഗുണമാണ്. അത് ആ കരടിയുടെ നെയ്യെടുത്ത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ബോധ നിലവാരമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കയ്യിൽ മുടി കളിച്ചത്. കയ്യിൽ കരടി നെയ്യ് തേച്ചുകൊണ്ടൊന്നുമല്ല, അപൂർവമായിട്ട് ചില മനുഷ്യർക്ക് ഇതുപോലെ കട്ടിയേറിയ കൈയുടെ തൊലിയിൽ ഇപ്പം അതിൽ മുടി വളരാം. അതിൻ്റെ ഒരു പടം കാണിച്ചു എന്നുള്ള ദൈവം ഇത് കരടി നെയ്യ് എടുത്ത് കൈ തേച്ചുകൊണ്ടാണെന്ന് വിചാരിക്കരുത്.